നമ്മളിപ്പോൾ നേരെ മസിനഗുഡിക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒരു പ്ലാനും ഇല്ലാതെ അങ്ങ് പോവുകയാണ്. ഫുൾ ഫാമിലിയോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ലെറ്റ് സി എന്താണ് ദൈവം നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ ഒരു 7:20, 7:25 സമയമാവും. എവിടെയാണ് ഇന്ന് സ്റ്റേ, എങ്ങനെയാണ് ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ഓൺ ദ വേ എന്തെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താ കാഴ്ചകൾ എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എത്തിക്കുന്നത് കാഞ്ഞിരംകുളം ബൈപ്പാസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. ഇതിപ്പോൾ നമ്മൾ NH66 ആണ്. വലത്തോട്ട് പോയാൽ നമുക്ക് കാഞ്ഞിരംകുളവും പൂവാറും പോകാം. അവിടെയാണ് അടുത്ത കപ്പൽശാല വരാൻ പോകുന്നത്. പിന്നെ ഇടത്തോട്ട് പോയാൽ നേരെ വഴിമുക്ക് ബാലരാമപുരം പോവാം. നമ്മളിപ്പോൾ പോകുന്നത് മുക്കോല എന്നുള്ള പിന്നെ വഴിയാണ് പോകുന്നത്. ഇത് നേരെ ചെന്ന് ചെറുവാരക്കോണം കയറി കളിക്കാവിള കയറി അവിടെ നിന്നാണ് നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്. മസിനോട് എത്തിയില്ലടാ. സോ ഇത് മാർത്താണ്ഡത്ത് പമ്മം എന്നുള്ള സ്ഥലത്തുള്ള ഹോട്ടലാണ്. ഹോട്ടൽ ചിത്ര എന്ന് പറയും. വർഷങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. ഫാമിലി ആയിട്ട് വരുമ്പോൾ ബെസ്റ്റ് പ്ലേസ് ആണ്. നല്ല വൃത്തിയുണ്ട്. നമ്മുടെ ഇതില്ലേ, അതിന്റെ പേരെങ്ങനെ, പിന്നെ അതിന്റെ പേരെങ്ങനെ, ഇന്ത്യൻ കോഫി ഹൗസ് ഇല്ലേ, അതുപോലത്തെയാണ്. നല്ല വൃത്തിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടും. നമ്മൾ വാപ്പാടെ കൂടെ പണ്ട് വരുമ്പോഴേ ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്. ഇതെന്താണ് അദീസ? നെയ് റോസ്റ്റ്. അങ്ങനെ ഇത് പൊടികൾ, പലതരത്തിലുള്ള പൊടികൾ. ഇവിടെ നിന്ന് ചപ്പാത്തിയും ചമ്മന്തിയായിട്ട് കുറുമായും. അപ്പൊ ഇന്നലെ നമ്മള് 2:30 മണിയായി കോവിൽപ്പെട്ടി എത്തിയപ്പോഴത്തേക്ക് റൂമുകളൊന്നും കിട്ടിയില്ല. സോ അങ്ങനെയാണ് ഇത്ര ലേറ്റ് ആയത്. ഫൈനലി നമ്മൾ കോവിൽപ്പെട്ടി തന്നെ JK റെസിഡൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രോപ്പർട്ടി നമുക്ക് കിട്ടി. വൃത്തിയുണ്ട്. ഒരു 9 മാസം പ്രായമുള്ള പ്രോപ്പർട്ടിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ്, ബാത്റൂമും വലിയ കുഴപ്പമില്ല. 1800 രൂപയാണ് AC റൂമിന്. വെളിയിൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് സൈഡാണ്, അതുകൊണ്ട് യാത്ര തുടരാം. ടാറ്റാ പറയും ബേബി. കേട്ടോ, അതെ മ്യൂസിക്കില് കാണിച്ചാൽ മതി. ഞങ്ങള് വർണ്ണ വഴിയിൽ കണ്ട കാഴ്ചയാണ് കരിപ്പട്ടി. വെറൈറ്റി കരിപ്പട്ടീസ് பனங்கள் கண்டு. இது குழந்தைய கொடுக்கறது என்னன்னா? ஆமா. எப்படி கொடுப்பாங்க? பால்ல போட்டு கொடுப்பாங்க. இதனால என்ன நன்மைகள் இருக்குது? சளி, இருமல், தொண்டை போச்சு எல்லாம் மாறும். ஆமா, தொண்டை கரகரப்பு எல்லாம் மாறும். குழந்தைகளுக்கு இது இயற்கையா தானே பண்றீங்க நீங்க? 17ல பண்றோம். 17ல பண்றது. 17 சொன்னா அக்கானி. அக்கானி. எந்த இடம் இது? இந்த இடத்தோட பேரு? இது இடம் கைத்தார், டோல்கேட். கைத்தார். ടോൾഗേറ്റ് അപ്പുറം. ടോൾഗേറ്റ് കഴിഞ്ഞ് ഒരു 500 മീറ്റർ ആകുമ്പോഴത്തേക്കും പുള്ളിയുടെ ഷോപ്പുണ്ട് കേട്ടാ. നമ്മള് ഇന്നലെ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നല്ല കാറ്റുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം നൈറ്റ് ടൈം ആകുമ്പോഴത്തെ സമയത്ത് ഒരുപാട് ലോറികൾ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്, ട്രക്കുകൾ പോകുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ചൊരുവിയിരിക്കും. അപ്പം വി ഷുഡ് ബി വെരി കെയർഫുൾ. എസ്പെഷ്യലി നമ്മൾ വളവുകളിലും ഒക്കെ. മരങ്ങളൊക്കെ നല്ല മറിച്ചിടുന്ന രീതിയിലുള്ള കാറ്റുകളൊക്കെയാണ് ഉള്ളത്. രാവിലെ കാറ്റിന് കുറവൊന്നുമില്ല. നിങ്ങൾക്ക് ഓഡിയബിൾ ആണോ എന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം സ്റ്റേ സേഫ്. ഒരു പ്ലെയിൻ ദോശ, അതും ഓണിയൻ ദോശ, പിന്നെ ഇതും പ്ലെയിന്. ഇത് റവ ദോശ.
ഫുഡ് കഴിച്ച് ഇറങ്ങി നമ്മൾ വീണ്ടും ട്രാക്കിൽ കയറി. ഇത്രയും ബ്രാഞ്ചസ് ഉള്ളതാണ് ടെമ്പിൾ സിറ്റി. പക്ഷേ മാട്ടുത്താവണിയിൽ ഞാൻ മുമ്പ് കഴിച്ച ആ രുചി പോലെ അല്ല. എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്. ആൻഡ് ഇറ്റ്സ് എക്സ്പെൻസീവ് ഓൾസോ. നമ്മൾ 3 മീലും പിന്നെ എന്താ പറയുക, ഗോബി മഞ്ചൂരിയൻ്റെ ഗോപിയുടെ ഫ്രൈ ആണ് വാങ്ങിച്ചത്. 2 ജ്യൂസും. പക്ഷേ അത് നമ്മൾ ചിന്തിക്കാത്ത പ്രൈസായിരുന്നു അതിൽ വന്നത്. സോ പിന്നെ ഫുഡ് ഓക്കെ എന്ന് പറയാനേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയാനുള്ള ഇതില്ല. ഓക്കെ, ലെറ്റ്സ് സീ. വാ.